മാർക്കോ വേറെ ലെവലാണ്, ജാതി വയലൻസ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എല്ലാവരും അശ്വന്ത് കോക്ക് ഉൾപ്പെടെ ഈ സിനിമ റിവ്യൂ പറയുന്നവരെല്ലാം മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറയുന്നത്. കാണുന്ന കാണികളും പ്രേക്ഷകരും ഒക്കെ മികച്ച അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരാൾക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണൻ, അതോ അത് ഞാനല്ല, കാറിനകത്തിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സായി കൃഷ്ണൻ. സായി കൃഷ്ണൻ പറയുന്നത് ഫ്രഷ് അല്ല എന്നാണ് പറയുന്നത്. വയലൻസ് മാറ്റി നിർത്തിയാൽ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. വയലൻസ് ആണോ ആ സിനിമയുടെ മെയിൻ എന്നുള്ളത് ആ പൊട്ടൻ ആരാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. എന്തായാലും സായിയുടെ ഈ മണ്ടത്തരങ്ങൾക്കൊക്കെ ശേഷം സായി ഇപ്പോൾ എയറിലാണ്. സിനിമയെ സ്നേഹിക്കുന്നവരും ഉണ്ണിമുന്തനെ സ്നേഹിക്കുന്നവരും നാട്ടുകാരും ട്രോളന്മാരും എല്ലാം കൂടി എടുത്തിട്ട് ഉരുട്ടി വടിച്ചെടുക്കുകയാണ് സായി എന്നാണ്. ഇവൻ ബിഗ് ബോസിൽ പോയപ്പോഴേ, ഈ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ സായി ആരാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ബിഗ് ബോസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. വായിൽ വെച്ചിട്ടാണ് അതിന്റെ അകത്തോട്ട് പറയുന്ന സായി കൃഷ്ണൻ ബിഗ് ബോസിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല പുള്ളിക്ക് കാറിൽ നിന്നാൽ മാത്രമേ ഈ പറയുന്ന അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ആളുകളെ ത്രസിപ്പിക്കാനുള്ള സിനിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനിടയിൽ കൂടിയാണ് ഈ പറയുന്ന പോലെ എന്ത് പറയുന്നത്, ഈ സിനിമയിൽ വലിയ കണ്ടന്റ് ഇല്ല, ഈ സിനിമയിൽ അതില്ല, ഈ സിനിമയിൽ ആക്ഷനും കൊറിയോഗ്രഫി അതുപോലെ തന്നെ പിന്നെ എന്താണ് വയലൻസ് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ വേറൊന്നുമില്ല. അതേ ഉള്ളൂ ആ സിനിമയ്ക്കകത്ത്. ആ സിനിമ ആളുകളോട് കാണാൻ പറയുന്നത് തന്നെ അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഒഴിച്ചു നിർത്തിയ ഈ സിനിമയ്ക്കകത്ത് വേറൊന്നും ഇല്ലാതെ എന്താ ചെയ്യാ, ഞാൻ എന്താ ഇങ്ങനെ ആയി പോയെന്ന് ഞാൻ ആലോചിക്കുവായിരുന്നു. ഞങ്ങളും അത് ആലോചിക്കുന്നത്. സായിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സായിക്ക് ഉണ്ണി മൂന്തനുമായിട്ട് വലിയ പ്രശ്നമുണ്ട്. ഉണ്ണി മൂന്തനോട് നല്ല തെറി കേട്ടിട്ടുണ്ട്. അത് ഇതുവരെ ഓർമ്മയിൽ നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി വളരെ സങ്കടത്തോടുകൂടി ഉള്ളിൽ പറയണമെന്നുണ്ട് ഈ സിനിമ മികച്ച സിനിമയാണെന്ന്. പക്ഷെ അത് പുറമെ കാണിക്കാതെ ധർമ്മസങ്കടത്തിലായിരുന്നു കൊണ്ട് ഈ പറയുന്ന സായി പറയുകയാണ് ഈ സിനിമ ഒരു ആവറേജ് സിനിമയൊക്കെയാണ്. എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും തന്നാലോ? വേണ്ട, ആരും കാണൂല. ചൊറിയുന്നുണ്ടെങ്കിൽ സായി നല്ല ചൊറിച്ചിലിനുള്ള ഓയിൽമെന്റ് വാങ്ങി പരട്ടുക.